പ്രിയപ്പെട്ടവരെ, നമ്മളെ പരിപാടി ആരംഭിക്കുകയാണ്. ഈ ലഹരി വിരുദ്ധ കൂട്ടായ്മയുടെ ഇഫ്താർ മീറ്റിൻ്റെയും അധ്യക്ഷനും പഞ്ചായത്ത് യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റുമായിട്ടുള്ള KM ഷാഫി മാസ്റ്റർ, നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റിരുന്നത് നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം, നമ്മുടെ നേതാവ് PK ബാലത്തിൽ ബാപ്പു സാഹിബ് ആയിരുന്നു. അദ്ദേഹത്തിന് ഒരു സർജറി കഴിഞ്ഞ് കിടക്കാണ്, കുറച്ച് മാറ്റേണ്ടതൊക്കെ വരാമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് ജലദോഷവും പനിയൊക്കെ ഉള്ളത് കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം, ഡോക്ടർ പുറത്ത് പോകരുത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വരില്ല. ഏതായാലും നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് യൂത്ത് ലീഗിൻ്റെ മലപ്പുറം ജില്ലാ ട്രഷറർ, നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള ബാബ വിസപ്പടി അവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യും. അതിനുവേണ്ടി അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ നമ്മുടെ ബോധവൽക്കരണ ക്ലാസ് നമുക്ക് എടുക്കുന്നത് മലപ്പുറം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടറായിട്ടുള്ള ദിബീഷ് സാറാണ്. അദ്ദേഹം 10 മിനിറ്റിനെ കൂടെ എത്തും. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് നേരത്തെ തന്നെ എത്തിയിട്ടുള്ള പ്രിയ യുവജന സംഘടനാ സുഹൃത്തുക്കളായിട്ടുള്ള DYFI മേഖല സെക്രട്ടറി രാജു മാങ്കാവ്, SSFൻ്റെ പ്രതിനിധി പ്രിയപ്പെട്ട അഷ്റഫ്, അതുപോലെ തന്നെ നമ്മുടെ SKSSFൻ്റെ പ്രിയങ്കരനായ നേതാവ് ഉനൈസ് അസ്ഹരി അവറുകൾ, അതുപോലെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് അൻസാർ മുണ്ടമ്പറമ്പ്, മുസ്ലിം ലീഗിൻ്റെ നേതാവായിട്ടുള്ള KK ഉണ്ണിമോയിൻ സാഹിബ്, യൂത്ത് ലീഗിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ഷാഫി മാസ്റ്റർ, ട്രഷറർ മുനീബ് സാഹിബ്, നമ്മുടെ ഗസ്റ്റുകളായി എത്തിയിട്ടുള്ള ട്രോമ കെയറിൻ്റെ പ്രിയപ്പെട്ട മുനീർ ബാലത്തിൽ അവറുകൾ, അതുപോലെ STUവിൻ്റെ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി റസാഖ് സാഹിബ്, കുഴിമണ്ണ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രിയങ്കരിയായ പ്രസിഡന്റ് ശ്രീമതി രജനി ടീച്ചർ, ജനപ്രതിനിധികളായ സൈബൂന അവറുകൾ, അതുപോലെ തന്നെ വനിതാ ലീഗിൻ്റെ നേതാവ് പ്രിയപ്പെട്ട ഷെരീഫ ടീച്ചർ, ഷാഹിനാത്ത, അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഈ കുഴിയമ്പറമ്പ് വാർഡിൻ്റെ പ്രിയങ്കരനായ മെമ്പർ ഷീമുവാക്ക, മുസ്ലിം ലീഗ് നേതാവ് അഷ്റഫ് ക, ഇവിടെ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട രതീഷേട്ടൻ അടക്കമുള്ള നമ്മുടെ പ്രിയങ്കരായ സുഹൃത്തുക്കൾ, യൂത്ത് ലീഗിൻ്റെ പ്രവർത്തക സമിതി അംഗങ്ങൾ, അതുപോലെ ഇനി ഇവിടെ നമ്മുടെ പരിപാടിയിലേക്ക് എത്തുമെന്ന് പറഞ്ഞിട്ടുള്ള വില്ലേജ് ഓഫീസർ ഫിറോസ് സാർ, യൂത്ത് ലീഗിൻ്റെ മണ്ഡല നേതാക്കളായിട്ടുള്ള യൂസുഫ് ആര്യൻ തൊടിക, ബാപ്പുട്ടി വാക്കാലൂർ, KMCC നേതാവ് MC മാലിക്, STU നേതാവ് അഷ്റഫ് കരുവാടി, ദളിത് ലീഗ് നേതാവ് സുരേന്ദ്രൻ, വനിതാ ലീഗ് നേതാവ് ബുഷ്ര MM, ERFൻ്റെ പഞ്ചായത്ത് സെക്രട്ടറി അഷ്റഫ് നീരുട്ടിക്കൽ, വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ദയാനന്ദൻ ബാബുവേട്ടൻ, GHS കുഴിമണ്ണയുടെ PTA പ്രസിഡന്റ് സലാം ബാലത്തിപ്പുറായി, വൈറ്റ് ഗാർഡിൻ്റെ ക്യാപ്റ്റൻ സക്കരിയ കുയിഞ്ഞളം അടക്കമുള്ള പ്രിയപ്പെട്ട സോളിഡാരിറ്റിയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം അനീസ് ടി, അതുപോലെ തന്നെ സോളിഡാരിറ്റി നേതാവ് അമീൻ അവറുകൾ, അതുപോലെ MSFൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ഹാഷിം ബാലത്തിൽ പുറായി അടക്കമുള്ള പ്രിയപ്പെട്ട എല്ലാ നേതാക്കളെയും ഈ പഞ്ചായത്ത് യൂത്ത് ലീഗ് സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ കൂട്ടായ്മയിലേക്കും അതുപോലെ നമ്മുടെ ഇഫ്താർ മീറ്റിലേക്കും വളരെ സ്നേഹപൂർവ്വം ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ടീമായി നിന്ന് എവിടെയെങ്കിലും നമ്മുടെ കുട്ടികളെ വഴി തെറ്റിക്കുന്ന സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് രഹസ്യമായി നമ്മളെ അറിയിച്ച് നമ്മളത് സംഘടന എന്നുള്ള നിലക്ക് നമ്മളത് അവർക്ക് വിവരം കൊടുത്ത് ഈ കുഴിമണ്ണ പഞ്ചായത്തിലെ ലഹരിക്കെതിരെ ഒരുമിച്ച് കൂട്ടായി ഒറ്റക്കെട്ടായി നമുക്ക് പ്രവർത്തിക്കണമെന്നാണ് യൂത്ത് ലീഗിൻ്റെ പഞ്ചായത്ത് സെക്രട്ടറി എന്ന നിലക്ക് പ്രിയപ്പെട്ട ഞങ്ങളെ ഗസ്റ്റുകളായിട്ട് എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട ആളുകളോടൊക്കെ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നമുക്ക് ഒരുമിച്ച് ഇതിനെതിരെ പോരാടണം. അധ്യക്ഷസ്ഥാനത്തേക്ക് പ്രിയപ്പെട്ട പ്രസിഡന്റ് ഷാഫി മാസ്റ്ററെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. നമ്മൾ കുഴിമണ്ണ പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച ഈ ലഹരി വിരുദ്ധ കൂട്ടായ്മ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് ട്രഷറർ പ്രിയപ്പെട്ട ബാബ വിസപ്പടിയെ വളരെ ആദരപൂർവ്വം ക്ഷണിച്ചു.
ബഹുമാനരായിട്ടുള്ള വിവിധ സംഘടനകളെ, യുവജന രാഷ്ട്രീയ സംഘടനകളെയൊക്കെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ട വ്യക്തികൾ, പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ഈ വളരെ പ്രധാനപ്പെട്ട പരിശുദ്ധ റമദാനിൽ വളരെ മഹത്തരമായ, അതിലേറെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യത്തിനു വേണ്ടി നമ്മളിങ്ങനെ ഒരുമിച്ചിരിക്കുകയാണ്. ഇതിലേറ്റവും വലിയ സൗന്ദര്യമെന്ന് പറയുന്നത് ഈ വേദിയാണ്. ഒരുപക്ഷെ നമ്മളൊക്കെ വ്യത്യസ്തമായിട്ടുള്ള പരിപാടികളിൽ പങ്കെടുക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. അതിൽ ആ സംഘടിപ്പിക്കുന്ന പാർട്ടിയും അതിൻ്റെ നേതാക്കന്മാരുമാണ് ഉണ്ടാവുക. നിങ്ങൾ ഈ ഡയസിലേക്ക് നോക്കൂ, വലിയ സന്തോഷമുള്ള കാഴ്ചയാണ്. ഇവിടെ SKSSFൻ്റെ പ്രിയപ്പെട്ട പ്രതിനിധി ഇരിക്കുന്നു, SSFൻ്റെ പ്രതിനിധി ഇരിക്കുന്നു, DYFയുടെ പ്രതിനിധി ഇരിക്കുന്നു, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇരിക്കുന്നു, സോളിഡാരിറ്റിയുടെ പ്രതിനിധികൾ ഇരിക്കുന്നു, MSFൻ്റെ പ്രതിനിധികൾ ഇരിക്കുന്നു. നമ്മൾക്കാണ് നമ്മൾ ഈ ക്യാമ്പയിനിൽ പറയുന്ന ലഹരിക്കെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ട നമ്മളുടെ അതിഥികളൊക്കെ നമ്മളുടെ ഈ പരിപാടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെയൊക്കെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ കുഴിമണ്ണ പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി ഹൃദ്യമായി സ്വാഗതം ചെയ്യാം. ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ പൊളിറ്റിക്കൽ പാർട്ടികളുടെ പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നതിന് നിയന്ത്രണങ്ങളുണ്ട്. പക്ഷേ ഇത്തരം നല്ല കൂട്ടായ്മകളിൽ പങ്കെടുക്കുന്നതിന് അവർക്ക് പ്രോത്സാഹനമാണ്, അത് വലിയ പ്രചോദനമാണ്. നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റണം, എൻ്റെ നാട്ടിൽ ലഹരിയില്ല, അവിടെ അതിൻ്റെ വിപണനം നടക്കുന്നില്ല, അതുപയോഗിക്കുന്ന ആളുകളില്ല എന്ന് തീർത്തു പറയാൻ പറ്റും. നമുക്ക് വളരെ പരിമിതമായ സമയമാണുള്ളത്. ഒരുപാട് നേതാക്കന്മാർ സംസാരിക്കാണ്ട്, വളരെ പ്രധാനപ്പെട്ട സംസാരങ്ങൾ നടക്കാൻ, നിങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയൊരു യുവജന സംഘടന എന്നുള്ള രീതിയിൽ ഞങ്ങൾ സന്നദ്ധമാണ് എന്ന് ഈ അവസരത്തിൽ പറഞ്ഞ് എല്ലാ ആളുകളും സംസാരിക്കാനുള്ളത് കൊണ്ട് ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ തുടക്കം കുറിച്ച്, ഇതൊരു വെറും കൂടൽ മാത്രമല്ല, ഇതൊരു വെറും ഇരുത്തം മാത്രമല്ല, ഇതിൻ്റെ എഫക്റ്റ്, ഇതിൻ്റെ നടപടികൾ, ഇതിൻ്റെ ഗുണങ്ങൾ എല്ലായിടത്തും ഉണ്ടാവണം. ഈ ഒരു ലഹരി വിരുദ്ധ കൂട്ടായ്മ കൂടി നമ്മളിന്ന് രൂപപ്പെടുത്തി പരസ്പരം ബന്ധപ്പെട്ട് പരസ്പരം പറഞ്ഞ് ഈ പറയുന്ന ആളുകളെ ഒറ്റപ്പെടുത്താതെ അവർക്ക് നിയമത്തിൻ്റെ പൂർണ്ണ സംരക്ഷണവും നാട്ടുകാരുടെ പൂർണ്ണ പിന്തുണയും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ച് ഇതിൻ്റെ തുടക്കം കുറിച്ചതായി അറിയിച്ച് ഞാൻ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും. കുറഞ്ഞ സമയവും വലിയ ഒരു കാര്യത്തിൻ്റെ ചർച്ചയുമാണ് നമ്മളിവിടെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട പോലെ തന്നെ നമ്മുടെ ഈ നമ്മുടെ പഞ്ചായത്തിൽ, നമ്മുടെ കുഴിമണ്ണ പഞ്ചായത്തിൻ്റെ പ്രത്യേകിച്ച് നമ്മുടെ ടൗണ് ആയിട്ടുള്ളത് കീഴ്ശ്ശേരിയാണ്. കീഴ്ശ്ശേരി ഉൾപ്പെടെയുള്ള നമ്മുടെ കവലകൾ നമ്മുടെ ഈ ലഹരി വിമുക്തമാക്കുന്നതിന് വേണ്ടിയുള്ള ഊർജിതമായ ഒരു പ്രവർത്തനമാണ് നമ്മൾ നടത്തേണ്ടത്. അതിന് എല്ലാ സംഘടനകളുടെയും, നേരത്തെ ഇവിടെ ബാബു സൂചിപ്പിച്ച പോലെ നമുക്ക് എല്ലാവരുടെയും പിന്തുണ വേണം. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ഈ ലഹരി മുക്തമാക്കാം. അതിനുവേണ്ടി നമുക്ക് കൂട്ടമായി പ്രയത്നിക്കാം. നമ്മുടെ തുടക്കത്തിൽ ഒരു ബോധവൽക്കരണ ക്ലാസ്സോട് കൂടി നമ്മൾ ആരംഭിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ഈ പ്രതിനിധികളെ സംസാരിക്കും. നമ്മുടെ മലപ്പുറം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ പ്രിയപ്പെട്ട ദിബീഷ് സാറ് ആദ്യമായി ഒരു ആമുഖ ഭാഷണം നടത്തും. അതിനുശേഷം നമ്മൾ വിവിധ സംഘടനകൾ പ്രതിനിധിച്ചവർ സംസാരിക്കും. സാറ് വളരെ ആദരപൂർവ്വം ക്ഷണിച്ചു. ബഹുമാനപ്പെട്ട യോഗത്തിൻ്റെ അധ്യക്ഷൻ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ഉദ്ഘാടകൻ, മറ്റ് വേദിയിലും സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഇന്നത്തെ ഇവിടെ ചേർന്നിരിക്കുന്ന ഈ യോഗം എന്തുകൊണ്ടും ഇന്നത്തെ നമ്മുടെ ഒരു കേരളത്തിലെ സാഹചര്യം അല്ലെങ്കിൽ അവസ്ഥ ആവശ്യപ്പെടുന്ന തരത്തിൽ ഇത്തരത്തിൽ ഒരു യോഗം വിളിച്ചു ചേർത്ത ഇതിൻ്റെ ഭാരവാഹികളെ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്ലാസ്സൊന്നും എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ക്ലാസ്സിൻ്റെ ആവശ്യം ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല. നമ്മൾ നിരന്തരം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് വിമുക്തി എന്ന പ്രസ്ഥാനത്തിലൂടെ നമ്മുടെ സ്കൂൾ തലങ്ങളിലും കോളേജ് തലങ്ങളിലും കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ, യുവജന സംഘടനകൾ ഇവയൊക്കെ വിളിച്ച് നമ്മൾ ക്ലാസ്സുകളും ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുക. ഇന്ന് നിങ്ങൾക്കറിയാം, കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് നമ്മളെ കേരളത്തിൽ കണ്ടുവരുന്ന സാഹചര്യങ്ങളും
പല സംഭവ വികാസങ്ങളും 90% അധികം ക്രിമിനൽ കേസുകളും ലഹരിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണെന്ന് നമ്മൾ ഇന്ന് അറിയാൻ സാധിക്കുന്നത്. അത്രത്തോളം നമ്മുടെ സംസ്ഥാനത്തിന് മാത്രമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന തരത്തിൽ ഈ ലഹരി നമ്മളെ രാജ്യത്ത്, ഇത് നമ്മളെ ഒരു കിഴിശ്ശേരി അല്ല കുഴിമണ്ണ അല്ല കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു സംഭവമല്ല, നമ്മുടെ രാജ്യത്ത് മൊത്തത്തിൽ തന്നെ. പക്ഷേ അത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ ഇതിനെതിരെ ഏറ്റവും കൂടുതൽ എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങളും കൂട്ടായ ജനങ്ങളുടെ പ്രതിരോധവും നടക്കുന്നത് കേരളത്തിലാണ് എന്നുള്ളതുകൊണ്ടാണ്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇതിലേറെ ലഹരി ഉപയോഗത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് പഞ്ചാബ്. അവിടെ പോലും ഇത്തരത്തിൽ കൂട്ടായ്മകളോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഭാഗത്തു നിന്നുള്ള എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങളോ നടന്നു വരുന്നില്ല എന്നുള്ളത് കൊണ്ട് അത് ശ്രദ്ധിക്കപ്പെടാതെ പോകുക എന്നുള്ളതാണ്. കേരളത്തിൽ പോലീസായാലും എക്സൈസ് വകുപ്പായാലും അതുപോലെ യുവജന സംഘടനകൾ, രാഷ്ട്രീയ സംഘടനകൾ, അതുപോലെ മറ്റു പ്രസ്ഥാനങ്ങളൊക്കെ ഇതിനെതിരായിട്ട് ശബ്ദമുയർത്തുകയും ഇതിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഈ പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലൊക്കെ നമ്മൾ ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടും വീണ്ടും ഈ ലഹരി എന്ന പണ്ടത്തേതിൽ നിന്ന് വിഭിന്നമായിട്ട് ഇപ്പോൾ പുതിയ തരത്തിലുള്ള രാസലഹരികൾ നമ്മുടെ സമൂഹത്തിൽ നിങ്ങൾക്കൊക്കെ സുപരിചിതമായിരിക്കാം. വളരെ അപകടകരമായ രീതിയിൽ ഒരു പ്രാവശ്യം ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മൾ അഡിക്ഷൻ വരുന്ന, നമ്മൾ അതിന് കീഴ്പ്പെട്ടു പോകുന്ന തരത്തിലുള്ള രാസലഹരികളാണ് ഇന്ന് ഇവിടെയൊക്കെ വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത്. പണ്ടൊക്കെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളുകൾ പോലും കാണാത്ത തരത്തിലുള്ള, ഇന്ന് പല ലഹരികളും കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ, ഞങ്ങൾക്ക് പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിലുള്ള ലഹരി പദാർത്ഥങ്ങളാണ് ഇന്ന് എത്തിക്കൊണ്ടിരിക്കുന്നത്. മുട്ടായി രൂപത്തിൽ മുതൽ ഇന്നലെ കോഴിക്കോട് പിടിച്ചൊരു കേസ് കഞ്ചാവ് മിഠായിയാണ്. ഞങ്ങൾ ടീം പിടിച്ചെടുത്തത് കഞ്ചാവ് മിഠായി ഭരണിയിലിട്ട് വെച്ച് വിൽക്കുക. അപ്പോൾ അത്തരത്തിൽ വരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഈ ലഹരി വസ്തുക്കൾ നമ്മളെ സമൂഹത്തിൽ എത്തിപ്പെട്ടിരിക്കുക. അതിലേറ്റവും അപകടകരമായ രീതിയിലുള്ള രാസലഹരികൾ, ഇത് ലക്ഷ്യം വയ്ക്കുന്നത് നമ്മളെ യുവതലമുറയാണ്, നമ്മളെ കുട്ടികളെയാണ്, നമ്മളെ യുവാക്കളെയാണ്. നമ്മളെ യുവാക്കൾ നശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം തന്നെ നശിച്ചു എന്നാണ് പറയാം. നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി ഈ രാജ്യത്തെ യുവാക്കളാണ്. നാളെ വളർന്നു വരുന്നൊരു തലമുറ, ഒരു രാജ്യത്തിൻ്റെ സമ്പത്ത് എന്ന് പറയുന്ന യുവാക്കൾ മുഴുവനായിട്ട് വർഷങ്ങൾക്ക് മുമ്പേ വിദേശ രാജ്യങ്ങളിൽ, യൂറോപ്യൻ കൺട്രികളിലൊക്കെ കണ്ടു വന്നിരുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാട് പോകുന്ന ഒരവസ്ഥയിലെത്തി. നമ്മുടെ നാട്ടിലൊക്കെ ഈ തരത്തിലുള്ള ലഹരി വസ്തുക്കളൊക്കെ വരുന്നതിന് എത്രയോ വർഷങ്ങൾ മുമ്പ് യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഇത് എത്തിക്കഴിഞ്ഞു. പല പ്രധാന നിരത്തുകളിലും ടൗണുകളിലൊക്കെ സൈഡിലൊക്കെ ഉള്ള മതിലിൻ്റെ മേലെ, പോസ്റ്റിൻ്റെ മേലേക്ക് ലഹരി മരുന്ന് കഴിച്ചിട്ട് അവിടുത്തെ യുവാക്കൾ ഈ യൂറോപ്യൻ കൺട്രീസിലൊക്കെ റോഡരികിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന കാഴ്ചകൾ കാണാമെന്നാണ് പറയുന്നത്. ആ രീതിയിലേക്ക് നമ്മുടെ നാട് പോകാതിരിക്കണമെങ്കിൽ നമ്മൾ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചേ മതിയാവും. നമ്മുടെ കേരളത്തിൽ അത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയാണ് ഈ ബോധവൽക്കരണത്തിനൊക്കെ ഉപരി ഇപ്പോൾ പുതിയതായിട്ട് ഗവൺമെൻറ് വെച്ചിരിക്കുന്ന നിർദ്ദേശം വെച്ചിരിക്കുന്നത് തന്നെ യുവജന സംഘടനകളും മറ്റും കൂട്ടായി ഈ രംഗത്തേക്ക് ഇറങ്ങിക്കൊണ്ട് ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിനെ എങ്ങനെ ചെറുക്കാം എന്നുള്ള രീതിയിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഉദ്ഘാടക പ്രസംഗം ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഈ രാഷ്ട്രീയ സംഘടനകളുടെ യോഗത്തിലും മറ്റൊന്ന് പങ്കെടുക്കുന്നതിൽ, ഇത്തരത്തിലുള്ള കൂട്ടായ്മകളിൽ പങ്കെടുക്കുന്നതിൽ യാതൊരു തടസ്സവുമില്ല. ഇത്തരത്തിലുള്ള നമ്മുടെ യുവജന സംഘടനകൾ, എല്ലാ സംഘടനകളും, യൂത്ത് ലീഗ്, DYFI, യൂത്ത് കോൺഗ്രസ് തുടങ്ങി എല്ലാ സംഘടനകളും ഈ രംഗത്ത് ശക്തമായി വരണം എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ അഭിപ്രായം, ഡിപ്പാർട്ട്മെൻറ്റുകളുടെ അഭിപ്രായം. അത്തരത്തിലുള്ളൊരു കൂട്ടായ്മയിലൂടെ മാത്രമേ നമുക്ക് ഇതിനെ ചെറുത്ത് നിൽക്കാനാവൂ. അതിലുപരി നമ്മുടെ സാമൂഹിക കുടുംബ പശ്ചാത്തലത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളും കൂടി ഒന്ന് നമ്മൾ വിലയിരുത്തേണ്ടി വരും. നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഒരു 40-45 വയസ്സിനൊക്കെ മുകളിലുള്ള ആളുകൾക്ക് അറിയാം, അവരൊക്കെ കുട്ടികളായിരുന്നപ്പോൾ അവർ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ അവർ ജീവിച്ച പോലെയാണോ ഇന്നത്തെ ഒരു കുട്ടികളുടെ പോക്ക് അല്ലെങ്കിൽ യുവതലമുറയുടെ പോക്ക് എന്നൊക്കെ. ഞങ്ങൾ രാത്രിയും പകലും ഫീൽഡിൽ ഉണ്ടാവുന്ന ആളുകളാണ്. രാത്രി 1 മണി 2 മണി 3 മണി ഒക്കെ ഞങ്ങൾ ഫീൽഡിൽ ഉണ്ടാവുന്ന ആളുകളാണ്. ഈ ലഹരി മരുന്നിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇതിൻ്റെ വിപണനവും ഉപയോഗവും ഒക്കെ ഭൂരിപക്ഷം നടക്കുന്നത് രാത്രി സമയങ്ങളിലാണ്. രാത്രി വൈകിയ സമയങ്ങളിൽ 10 മണിക്ക് ശേഷമുള്ള സമയമാണ് ഇതിൻ്റെ പീക്ക് ടൈം. അപ്പോൾ ആ സമയങ്ങളിൽ ഞങ്ങൾ പല സമയത്തും ഈ നാടിൻ്റെ പല ഭാഗങ്ങളിലൂടെ പിന്നെ പട്രോളിങ് നടത്തി വരുമ്പോൾ നമ്മുടെ 10, 12, 13, 14, 15 വയസ്സുള്ള കുട്ടികൾ ആ സമയത്ത് റോട്ടിലാണ്. അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ എൻ്റെ സഹപ്രവർത്തകരും ഞാനൊക്കെ പറയണ്ടേ, ഇവരൊന്നും വീട്ടിലാരും ഇല്ലേ, ചോദിക്കാനും പറയാനൊന്നും ആരും ഇല്ലാത്ത അവസ്ഥ ഉണ്ടോ എന്ന് ഞങ്ങൾ ചോദിക്കാറുണ്ട്. 12 മണിക്ക് ശേഷം ഒരു 13, 14 വയസ്സുള്ള ഒരു പയ്യനെ റോട്ടിൽ കാണാമെന്ന് പറഞ്ഞാൽ എന്തായാലും നല്ല ഉദ്ദേശത്തിലല്ല അവൻ റോട്ടിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് കൃത്യമാണ്. ആ സമയത്ത് ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക്, അല്ലെങ്കിൽ കോളേജിൽ +2 പഠിക്കുന്ന ഒരു കുട്ടിക്ക് ആ സമയത്ത്, ഞാനൊക്കെ സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചിരിക്കുന്ന സമയത്ത് 7 മണിക്കകം വീട്ടിൽ കയറിയില്ലെങ്കിൽ നല്ല അടി കിട്ടും. അങ്ങനെ എത്ര കുട്ടികൾ നമ്മുടെ ചുറ്റുപാട്, നമ്മളെ കുടുംബത്തിലൊക്കെ വളരുന്ന എത്ര കുട്ടികൾ. ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളെ പാരൻറ്റിങ്ങിൽ, നമ്മൾ കുട്ടികളെ വളർത്തുന്നതിൽ കുറച്ചുകൂടിയൊക്കെ ശ്രദ്ധിക്കേണ്ടി, ഉമ്മമാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ടുകൂടിയാണ് പറയുന്നത്, നമ്മൾ കുറച്ചുകൂടിയൊക്കെ ശ്രദ്ധിക്കേണ്ടി വരും. നിങ്ങളെ കുട്ടികൾ രാത്രി ഏറെ വൈകിയും വീടിന് പുറത്താണോ, രാവിലെ ഏറെ വൈകിയാണോ എണീക്കുന്നത് എന്നൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. എത്ര പേരുണ്ട് സ്കൂളിൽ നിന്ന് കുട്ടികൾ വന്നു കഴിഞ്ഞാൽ ഇന്ന് എന്തൊക്കെയാണ് സ്കൂളിൽ വിശേഷം ഉണ്ടായത്, എന്തൊക്കെയാണ് എന്നൊക്കെ ചോദിക്കുന്ന എത്ര ഉമ്മമാരും വാപ്പമാരും അല്ലെങ്കിൽ അച്ഛനോ അമ്മയും ഒക്കെ ഉണ്ട് എന്നുള്ളത് സ്വയം ഒന്ന് വിലയിരുത്തുന്നത് നന്നാവും. അപ്പോൾ ഈ കുട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ ഈ ലഹരി മാഫിയ ലക്ഷ്യം വെക്കുന്നത് കുട്ടികളായതുകൊണ്ടാണ് ഞാൻ ഈ കുട്ടികളുടെ കാര്യത്തിൽ ഇങ്ങനെ പറയാൻ ഞാൻ പറയുന്നത്. ഈ കൗമാരക്കാരെയാണ് ഏറ്റവും കൂടുതൽ എല്ലാ കാര്യങ്ങളിലും ഏറ്റവും പെട്ടെന്ന് വശീകരിക്കാൻ പറ്റുന്ന ഒരു പ്രായമാണ് നമ്മുടെ കൗമാരപ്രായം. നമ്മളെ 8-9 ക്ലാസ്സുകൾ തുടങ്ങി നമ്മൾ ഡിഗ്രി തലം പഠിക്കുന്നവരെ ആ കുട്ടികളുടെ ആ പ്രായം, അത് കഴിഞ്ഞ് മുതിർന്ന ആളുകളെയൊന്നും ഇവർക്ക് സ്വാധീനിക്കാനൊന്നും പറ്റില്ല. മുതിർന്ന ആളുകളെ ലഹരി മാഫിയയ്ക്കൊന്നും അങ്ങനെ സ്വാധീനിക്കാനൊന്നും പറ്റുന്നു എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളെ ഒരു സർവീസ്, ഞങ്ങളെ അനുഭവത്തൊന്നും അത്ര മുതിർന്ന ആളുകളെയൊന്നും ഈ പുതിയ ലഹരി മാഫിയ ഒന്നും അങ്ങനെ വളച്ചെടുത്തായിട്ടൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഏറ്റവും കൂടുതൽ ഞങ്ങൾ കണ്ടിട്ടുള്ളത് ഈ കുട്ടികൾ, കൗമാരക്കാരും ആണ് ഈ ലഹരി മാഫിയയുടെ പിടിയിൽ വീഴുന്നതെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ കുട്ടികളുടെയും കൗമാരക്കാരുടെയും കാര്യത്തിൽ നമ്മുടെ കുടുംബത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടി വരും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇവിടെ ചിലപ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ടാവും. കായികമായിട്ട് ഏത് സാധനവും നമുക്ക് മാർക്കറ്റിൽ ഈ സാധനം ചിലവാവെങ്കിൽ മാത്രമല്ല ഇത് ഉൽപ്പാദിപ്പിക്കേണ്ട കാര്യമുള്ളൂ. ചിലവാകുന്ന ഒരു സാധനം മാത്രമേ കൂടുതലായിട്ട് മാർക്കറ്റിലേക്ക് ഇറക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഈ ചിലവ് ഇല്ലാതിരുന്നാൽ ഈ സാധനത്തിന് വില കുറയും, സാധനത്തിന് ഉൽപ്പാദനം കുറയും. അത്തരത്തിൽ ഉള്ള ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ മാറി വരേണ്ടത്. നമ്മുടെ യുവജനങ്ങളും കുട്ടികളും ഈ ലഹരിയുടെ ആവശ്യക്കാരായി മാറുമ്പോൾ ഇതിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കുന്നു, നമ്മുടെ സംസ്ഥാനത്തേക്ക് ഈ സാധനം ഒഴുകുന്നൊരവസ്ഥ ഉണ്ടാകുന്നു. നമ്മുടെ ഈ ഞങ്ങളൊക്കെ ഒരു അനുഭവത്തിൽ ഈ രാസലഹരികൾ വലിയ തോതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കേന്ദ്രങ്ങളൊന്നും കേരളത്തിൽ ഇന്നുവരെ കണ്ടെത്തിയിട്ടില്ല. ഈ സാധനങ്ങളൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നുമാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയും നമ്മുടെ ഭാവിയും, നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയും തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ നീക്കം കൂടിയായിട്ട് നമ്മളത് കാണേണ്ടി വരും. നമ്മുടെ പ്രധാനപ്പെട്ട പോർട്ടുകളിലൂടെയാണ് കണ്ടെയ്നറുകളിലും മറ്റും ലഹരി മരുന്നുകൾ ഇന്ത്യയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കൊണ്ടോട്ടിയിൽ പിടിച്ച് 1.5 കിലോ MDMA കൊറിയർ വഴി, എയർ കൊറിയർ വഴിയാണ് എത്തിയിട്ടുള്ളത്. ഒമാനിൽ നിന്നാണ് എത്തിയിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത്തരത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഈ സാധനം നമ്മുടെ സംസ്ഥാനത്തേക്ക്, നമ്മുടെ ജില്ലയിലേക്കും എത്തിക്കൊണ്ടിരിക്കുക. അതുപോലെ അയൽ സംസ്ഥാനങ്ങളിൽ നമ്മുടെ കേരളത്തിലെ അത്ര തന്നെ എൻഫോഴ്സ്മെൻറ്റ് കാര്യങ്ങളിലും മറ്റും അത്ര ഒരു പ്രവർത്തനം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ ഇതിൻ്റെ വ്യാപനം കൂടുതലായിട്ടുണ്ട്, അവിടെ ലഭ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുന്ന് ഈ സാധനം നമ്മുടെ സംസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ ഇതിന് ജനകീയമായിട്ടുള്ള ഒരു ചെറുത്തുനിൽപ്പ് ആവശ്യമാണ്. ഞങ്ങളുടെയൊക്കെ ഒരു പരിമിതമായ സൗകര്യങ്ങൾ വെച്ചിട്ട് മാക്സിമം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ കേരളത്തിലെ തന്നെ അംഗസംഖ്യ കുറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ്. പൊതുജനങ്ങൾക്ക് എത്രത്തോളം അത് മനസ്സിലാവുമെന്ന് അറിയില്ല. നമ്മുടെ ഉദ്ഘാടകനൊക്കെ കൃത്യമായിട്ട് അറിയാം. നമ്മുടെ
ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വലിപ്പവും അതിലെ ആളുകളുടെ എണ്ണവും കാലോചിതമായ മാറ്റങ്ങൾ അതിലൊക്കെ ഉണ്ടാകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മുടെ ഈ ലഹരി വിൽപ്പനയും വ്യാപനവും ഒക്കെ പറഞ്ഞാൽ വളരെ ഹൈടെക്കായി മാറിയിരിക്കുന്നു. നമ്മളതിനനുസരിച്ച് ഹൈടെക് ആയിട്ടില്ല. അത്രയും വളരെ പുതിയ നൂതന സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ലഹരി മാഫിയ ഈ സാധനങ്ങൾ വിറ്റുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുട്ടികളുടെ ഇടയിലേക്കൊക്കെ വളരെ പ്രയാസപ്പെട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ആളുകളെ പിടിക്കപ്പെടുന്നതിനും. നമ്മൾ കായികമായി മാത്രമല്ല ബുദ്ധി ഉപയോഗിച്ചും കളിക്കേണ്ട ഒരു ഫീൽഡാണ്. വളരെ ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിക്കുന്ന ഒരു നിയമമാണ് ഇതിനുള്ളത്. എന്നിരുന്നാലും വധശിക്ഷ വരെ ഉള്ള സെക്ഷനുകൾ ഈ മയക്കുമരുന്ന് നിരോധന നിയമത്തിൽ ഉണ്ട്. എന്നിരുന്നാലും ജനങ്ങൾ ഇതിലേക്ക് കൂടുതൽ ആളുകൾ ഇതിലേക്ക് ബിസിനസ് എന്ന് പറയാം, ഇന്നത് ബിസിനസ്സായി മാറിയിരിക്കുക. ശിക്ഷയുടെ വലിപ്പം കൂടിയത് കൊണ്ടോ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ 20 കൊല്ലം 34 വർഷം ശിക്ഷിച്ച ഒരു കേസ് നമ്മുടെ തൊട്ടടുത്തുണ്ട്. ഞങ്ങളുടെ റേഞ്ചിൽ ഉള്ളൊരു കേസാണ്. 34 വർഷമാണ് അതിലെ പ്രതികളെ ശിക്ഷിച്ചത് നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലത്ത്. അപ്പോൾ ഇത്രയൊക്കെ ശിക്ഷ ഉണ്ടെന്ന് പറഞ്ഞാലും ഈ ഒരു ബിസിനസ്സിലേക്ക് ആളുകൾ പിന്നെയും വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന കാരണം ഇത് ഭയങ്കര ലാഭകരമാണെന്നുള്ളതാണ്. ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റിയൊരു ബിസിനസ്സായിട്ട് ഇത് മാറിയിരിക്കുക. അതുകൊണ്ട് തന്നെ മറ്റ് ബിസിനസ്സുകളൊക്കെ തളർന്നിരിക്കുന്ന ഒരു സമയം കൂടിയാണിത്. നമ്മൾ വിചാരിക്കാത്ത പല ആളുകൾ പോലും, നമ്മുടെ സമൂഹത്തിലെ നമ്മൾ ഉദ്ദേശിക്കാത്ത ആളുകൾ പോലും ഇതിലേക്ക് ഫണ്ടിങ് നൽകുന്ന ഒരു അറിവ് കൂടി ഇപ്പോൾ പുതിയതായിട്ട് കിട്ടിയിട്ടുണ്ട്. പല ആളുകളും ഈ ബിസിനസ്സിന് വേണ്ടിയിട്ട്, ഡ്രഗ്സിൻ്റെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഫണ്ടിങ് ചെയ്യുന്ന ആളുകൾ, അത്തരം ആളുകളും നിങ്ങളുടെ സമൂഹത്തിലോ നിങ്ങളുടെ നാടുകളിലോ ഉണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്, അവരെ ഒറ്റപ്പെടുത്തേണ്ടതുണ്ട് എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. ഒരുപാട് ആളുകൾ ഇനിയും ഇവിടെ സംസാരിക്കാനുണ്ട്. ഞാൻ കൂടുതലായി ഒന്നും നീട്ടി പറയുന്നില്ല. നിങ്ങളുടെ എല്ലാ സഹകരണവും ഞങ്ങളുടെ എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫീൽഡിൽ അനുഭവപ്പെടുന്ന ഒരു വിഷമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഗ്രൗണ്ട് സപ്പോർട്ടാണ്. ഒരു കേസ് പിടിക്കുന്ന സമയത്ത് ഒരു സാക്ഷി ഒപ്പിടാൻ പോലും ഒരു ആളുകളും തയ്യാറാവാത്ത ഒരു അവസ്ഥ. അതുപോലെ എന്തെങ്കിലും ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് കണ്ടുപിടിച്ച്, അത് ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡാണ്, കാക്കിട്ട ആളുകളെ നെഞ്ഞത്തേക്ക് കയറുക, എന്നിട്ട് വീഡിയോ എടുക്കുക, എന്നിട്ടത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഇടുക. ആ വീഡിയോൻ്റെ മുഴുവനായിട്ട് ഒരിക്കലും എവിടെ ഇട്ട് കാണാറില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് പ്രതിസന്ധികളൊക്കെ കടന്നിട്ടാണ് ഞങ്ങൾ എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. തീർച്ചയായിട്ടും യൂത്ത് ലീഗ് പോലെ ഒരു സംഘടന ഞങ്ങൾക്ക് ഇപ്പോൾ അതിൻ്റെ നേതാവ് പ്രഖ്യാപിച്ചിട്ടുള്ള ആ പിന്തുണ അതേ അർത്ഥത്തിൽ തന്നെ, അതേ ഗൗരവത്തിൽ തന്നെ ഉൾക്കൊള്ളുകയാണ്. അതുപോലെ തന്നെ മുഴുവൻ യുവജന സംഘടനകളുടെയും പിന്തുണ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. നിങ്ങളെ എല്ലാവിധത്തിലുള്ള സഹായ സഹകരണങ്ങളും ഞങ്ങൾക്ക് വേണം. തീർച്ചയായും നിങ്ങൾ ഒരിക്കലും ഇതിന് വിവരം തരുന്ന ആളുകളോ മറ്റോ യാതൊരു രീതിയിലും ഒറ്റപ്പെടുന്ന വിഷയമില്ല. നിങ്ങൾ തീർച്ചയായിട്ടും കോൺഫിഡൻഷ്യലായിരിക്കും നിങ്ങൾ തരുന്ന. അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട്. നമുക്ക് എന്തെങ്കിലും വിവരം തന്നാൽ അത് ലീക്കായി പോകുമോ, അല്ലെങ്കിൽ പുറത്ത് നമ്മളത് പറയുമോ, അത്തരത്തിൽ അത് പഴയൊരു കാലമായിരുന്നു. ആ കാലഘട്ടങ്ങളൊക്കെ മാറി. നിങ്ങൾ തരുന്ന വിവരങ്ങൾ തീർച്ചയായിട്ടും അത് കോൺഫിഡൻഷ്യലായിരിക്കും. ഞാനിതിൻ്റെ ഭാരവാഹികളുടെ അടുത്ത് എൻ്റെ പേഴ്സണൽ നമ്പറും ഓഫീസിലെ നമ്പറും ഭാരവാഹികളുടെ അടുത്ത് കൊടുക്കുന്നുണ്ട്. അത്തരത്തിലുള്ള എന്ത് കാര്യങ്ങൾ ഈ മയക്കുമരുന്നായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിച്ച് പറയാം. നമ്മളെ കൊണ്ട് ആവുന്ന രീതിയിൽ നമുക്ക് ഈ വിപത്തിനെ ചെറുത്ത് തോൽപ്പിക്കുക തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്, യൂത്ത് ലീഗിൻ്റെ മദ്യവിരുദ്ധ കൂട്ടായ്മ, അതിൻ്റെ ഉദ്ഘാടനം, അപ്രകാരം തന്നെ പോലീസ് ഓഫീസർ നമുക്ക് നൽകിയ ഈ വിഷയത്തെക്കുറിച്ചുള്ള ചില തിരിച്ചറിവുകൾ, ഇതൊക്കെ ഉൾക്കൊണ്ട് കുഴിമണ്ണ പഞ്ചായത്തിൽ പൂർണ്ണമായിട്ടും ഇത്തരം മാരകമായ മയക്കുമരുന്നിൻ്റെ പിടിയിൽ നിന്ന് മുക്തമാക്കാൻ നമുക്ക് കൂട്ടമായി ശ്രമിക്കാം. ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ച യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരെ മുക്തകണ്ഠം ശംസിക്കുന്നു. അല്ലാഹു നമ്മുടെ ഈ കൂട്ടായ്മ നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ആദ്യമായി തന്നെ ഈ ഒരു വിഷയത്തിൽ SSFൻ്റെ പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. ഇന്ന് വളരെ കലുഷിതമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിരന്തരം കേട്ടാൽ അറുപ്പുളവാക്കുന്ന വാർത്തകളാണ് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും സംഘടന എന്ന പേരിലാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സംഘടന എന്ന് പറയുമ്പോൾ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ജനങ്ങളെ സംഘടിക്കുന്ന
ജനങ്ങളൊന്നായി സംഘടിക്കുന്ന ഒരു ടീമാണ് സംഘടന. അതുപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥനയായി ആശംസിക്കുന്നു. വിവേകമില്ലാതെ പോകുന്ന ഒരു സമൂഹത്തെ പിടിച്ചുകെട്ടാൻ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തി എല്ലാ പിന്തുണയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. റോമാക്കെയറിനെ പ്രതിനിധിച്ചുകൊണ്ട് മുനീർ ബാലത്ത് പറയും. ഹലോ, ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ച മുസ്ലിം യൂത്ത് ലീഗ് മലപ്പുറം ജില്ലാ ട്രോമാക്കാരൻ്റെ എല്ലാവിധ ആശംസകളും. DYFI കുഴിമണ്ണ മേഖല സെക്രട്ടറി രാജു മാങ്കാവ്. ഈ യോഗത്തിലെ അധ്യക്ഷൻ, അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഈ കൂട്ടായ്മ സംഘടിപ്പിച്ച യൂത്ത് ലീഗിൻ്റെ പഞ്ചായത്ത് കമ്മിറ്റിക്ക് ആയതിനായിട്ട് ഒരു അഭിവാദ്യം അർപ്പിക്കാം. കാരണം എന്താ വെച്ചാൽ നമ്മുടെ യുവതലമുറ ഇന്ന് ഏത് രീതിയിലാണ് പോകുന്നത് എന്ന് നമ്മൾ ബോധ്യപ്പെടുത്താനും, അതുപോലെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള സാറ് ക്ലാസ് എടുത്തതുപോലെ തന്നെ നമുക്കറിയാം, ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു യുവതലമുറയെ പിടിച്ചു കെട്ടി നേർനഴിക്ക് നയിക്കേണ്ടത് ഇവിടുത്തെ യുവതലമുറ തന്നെയാണ്. യുവത്വം എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു 15 വയസ്സിനും 40 വയസ്സിനും ഇടയിലാണ് നമ്മളൊക്കെ ഒരു യുവത്വം എന്ന് നമ്മൾ കൂടുതലായിട്ട് വിശേഷിപ്പിക്കുന്നത്. പക്ഷേ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇവിടെ എക്സൈസിൻ്റെ ആയാലും പിന്നെ പോലീസിൻ്റെയും കണക്ക് പ്രകാരം അവർ പറയുന്നത് തന്നെ 25 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ഇന്നത്തെ രാസലഹരിക്ക് ഏറ്റവും കൂടുതൽ അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ യൂത്ത് ലീഗ് സംഘടിപ്പിച്ച ഇതിന് ഒരിക്കൽ കൂടി ഞാൻ ആശംസ അറിയിക്കുകയാണ്. DYFI എന്നുള്ള രീതിയിൽ എല്ലാ പിന്തുണയും പിന്നെ ലഹരി വിരുദ്ധ കൂട്ടായ്മയിൽ നമ്മൾ കൂടെ ഉണ്ടാവും എന്നുള്ളത് മാത്രമാണ് കൂട്ടിച്ചേർക്കുന്നത്. കൂടുതലൊന്നും പറയുന്നില്ല. ഈ വിഷയത്തിൻ്റെ പ്രാധാന്യവും ഗൗരവവും എല്ലാവർക്കും അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ ഒന്നും സംസാരിക്കുന്നില്ല. നമ്മുടെ സാർ പറഞ്ഞ പോലെ ആ ഒരു ഗ്രൗണ്ട് സപ്പോർട്ട്, സാർ എക്സൈസ് ഓഫീസേഴ്സിനുള്ള ഗ്രൗണ്ട് സപ്പോർട്ട് നമ്മുടെ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും കൊടുക്കണം. അത് ഇൻഷാ അല്ലാഹ് യൂത്ത് ലീഗിൻ്റെ ഭാഗത്തു നിന്നും ISMൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് പറയുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനം നിറഞ്ഞ അധ്യക്ഷനടക്കമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, മറ്റു രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. വളരെ ഗൗരവമേറിയ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മുടെ യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നത്. അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നു. സാമൂഹ്യ വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്ന സിന്തറ്റിക് ലഹരി അടക്കമുള്ള മയക്കുമരുന്ന് മാഫിയകൾ വളരെയേറെയാണ് ഇവിടെ നിന്നറിയാം. നിയമത്തിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ഇത് വിപണനവും ഉപഭോഗവും പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഇതിന് നടപടിയെടുക്കുന്നതാണ്. എല്ലാ പ്രാവശ്യവും യുവജനക്ഷേമത്തിന് കലാകായിക മത്സരങ്ങൾക്ക് 1-2 ലക്ഷം രൂപ വെച്ചാൽ നമ്മൾക്കത് നടപ്പാക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ പ്ലസ് ലഹരി മുക്തം എന്നുകൂടി നമ്മുടെ ഭരണസമിതി 10 ലക്ഷം വെച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടണം എന്നാണ് എനിക്ക് അറിയിക്കാനുള്ളത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അധികം സംസാരിക്കുന്നില്ല. ഏതായാലും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ. ലഹരി പല വിധത്തിലുമുണ്ട്. വളരെ കുറഞ്ഞ ലഹരിയുണ്ട്, ഉയർന്ന ലഹരിയുണ്ട്, കടുപ്പം കൂടിയതുണ്ട്, ആസക്തിയോടെയുള്ള ലഹരി. ഓരോ വീടുകളിലും നമ്മുടെ ശ്രദ്ധ ഉണ്ടാവും. ബാക്കിയുള്ളവർക്ക് നമുക്ക് കുടുംബക്കാർക്കോ വീട്ടുകാർക്കോ മാതാപിതാക്കൾക്കോ കുട്ടികളെ ശ്രദ്ധിക്കാൻ നേരല്ല. ഈ ക്യാമ്പയിന് എല്ലാവിധ ആശംസകളും നേരാണ്. റവന്യൂ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാവിധ പിന്തുണകളും ഉണ്ടാവുന്നതൊക്കെയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇവിടെ ഒരു കാര്യം മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. എല്ലാവരും നമ്മുടെ ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂത്ത് ലീഗ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചാൽ ആദ്യമായിട്ട് അവരെ കമ്മിറ്റിയെ അഭിനന്ദിക്കുകയാണ്. കൂടാതെ നേരത്തെ ഇൻസ്പെക്ടർ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തെങ്കിലും കേസ് വരുന്ന സമയത്ത് അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ഈ നാട്ടിൽ ആളുകളില്ലാത്തൊരു ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഇവിടെ സൂചിപ്പിക്കാനുള്ളത്, എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്ത് പിടിക്കപ്പെടുകയാണെങ്കിലും ആരെ പിടിക്കുകയാണെന്നുണ്ടെങ്കിലും അതിൽ കക്ഷി രാഷ്ട്രീയം നോക്കാതെ ഒന്നും ആരെ പിടിക്കപ്പെടുകയാണെങ്കിലും അത് 100% നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് നമ്മൾ ഉണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ്. ലഹരിക്കെതിരെയുള്ള ഈ ക്യാമ്പയിന് ഇന്ന് അനിവാര്യമായൊരു കാലഘട്ടത്തിലാണ്. ചെറിയ യുവാക്കൾ യുവതികളൊക്കെ ഇന്ന് ലഹരിയിൽ അടിമപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ന് കുഴിമണ്ണ പഞ്ചായത്ത് കമ്മിറ്റി വളരെ വിപുലമായി ഒരു ലീഡേഴ്സിനെ വെച്ചിട്ട് മാത്രമാണ് ഇവിടെ ഒരു ക്യാമ്പയിൻ നടത്തിയത്. വില്ലേജ് ഓഫീസർ സൂചിപ്പിച്ച പോലെ എല്ലാവരും വിളിച്ചുകൊണ്ട് അതിവിപുലമായൊരു ക്യാമ്പയിൻ നമുക്ക് അത്യാവശ്യമാണ്. കുഴിമണ്ണയിൽ എല്ലാ പാർട്ടികളുടെ നേതാക്കന്മാരും ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയൊരു ക്യാമ്പയിൻ നമുക്ക് നടത്തേണ്ട ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് അതിവിപുലമായൊരു പരിപാടി നമുക്ക് ആസൂത്രണം ചെയ്യും. അതിന് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ കോൺഗ്രസിൻ്റെയും സഹായ സപ്പോർട്ടുകളും ഉണ്ടാവും. കൂട്ടായ്മ
തുടങ്ങി വെച്ചിട്ടുള്ള യൂത്ത് ലീഗിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഈ ഒരു ഡയസിനെ ഇവിടെ അങ്ങനെ ഇരുത്തുന്നതിൽ അവരെടുത്ത എഫേർട്ടിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നമ്മുടെ മുഴുവൻ സപ്പോർട്ടും പറഞ്ഞുകൊണ്ട് ഈ ഒരു കൂട്ടായ്മയ്ക്ക് സോളിഡാരിറ്റിയുടെ എല്ലാവിധ ആശംസകളും സപ്പോർട്ടും അനുവദിച്ചു നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാന്യരായ വിവിധ സംഘടനാ നേതാക്കന്മാരെ, നല്ലവരായ സുഹൃത്തുക്കളെ, ആദ്യമായി ലഹരി വിരുദ്ധ കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ വേണ്ടി മുന്നോട്ട് വന്ന യൂത്ത് ലീഗ് കുഴിമണ്ണ പഞ്ചായത്ത് കമ്മിറ്റിയെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ യുവാക്കളെ കാർന്നു തിന്നുന്ന ഈ ലഹരിക്കെതിരെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി പൊരുതിയെങ്കിൽ മാത്രമേ നമുക്കിത് പിടിച്ചു കെട്ടാൻ സാധിക്കുള്ളൂ. അവിടെ ഇതിനൊക്കെ ഒരു ജാഗ്രത ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് ഉണ്ടാവണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്ത് മുൻകാലങ്ങളിലൊന്നുമില്ലാത്ത രീതിയിൽ ലഹരി മാഫിയ അതിൻ്റെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പ്രത്യേക കാഴ്ചയാണ് വർത്തമാനകാല കേരളത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും കുഴിമണ്ണ പഞ്ചായത്തിൻ്റെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ കമ്മിറ്റി നടത്തുന്ന ഈ പ്രവർത്തനത്തിന് നിയോജകമണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ എല്ലാവിധ പിന്തുണയും ആശംസകളും അർപ്പിക്കുന്നു. നിർത്തുന്നു. മയക്കുമരുന്നുകൾ ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധ ലഹരി പദാർത്ഥങ്ങൾ സമൂഹത്തെ തകർക്കുന്ന മാരക വിപത്താണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മയക്കുമരുന്ന് ഉപയോഗിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യില്ല. ലഹരിയോടുള്ള ആസക്തി അതുപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നാളത്തെ പൗരന്മാരാവേണ്ട വിദ്യാർത്ഥികളും യുവജനങ്ങളും ലഹരിയുടെ കരാളഹസ്തങ്ങളിൽ അകപ്പെടാതെ അവരെ സംരക്ഷിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ എടുക്കുന്നു. നിയമവിരുദ്ധ ലഹരി പദാർത്ഥങ്ങൾ സൂക്ഷിക്കുകയോ ഉപയോഗിക്കുകയോ വിൽക്കുകയോ ഉപയോഗിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യില്ലെന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി നാടിനോടും ജനങ്ങളോടുമുള്ള എൻ്റെ കടമ നിറവേറ്റുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. MDMA, കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം മൂലം ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ഞാൻ ശ്രമിക്കുമെന്നും ജീവിതമാണ് ലഹരി എന്ന ആശയം ജീവിതത്തിൽ പകർത്തി ലഹരിമുക്ത കുഴിമണ്ണയെയും ലഹരിമുക്ത കേരളവും പടുത്തുയർത്താൻ എൻ്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ച് പ്രതിജ്ഞ ചെയ്യുമെന്നും ഞാൻ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ജയ് ഹിന്ദ്. ഒരുപാട് പേര് ഇനിയും വിവിധ സംഘടനകൾ, ഇവിടെ കുഴിമണ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ PTA പ്രസിഡന്റ് ഇവിടെ ഉണ്ട്, സലാമാൻ. STUവിനെ പ്രതിനിധീകരിച്ച് അഷ്റഫ് ഇവിടെ ഉണ്ട്. പിന്നെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇവിടെ ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഇനിയും പല MSFനെ പ്രതിനിധിച്ച് ഹാഷിം വളരെ നേരത്തെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവരൊക്കെ പിന്നെ അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ MC കുഞ്ഞാപ്പു ഇവിടെ ഉണ്ട്. എല്ലാവരും ഈ ഒരു പിന്നെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്. ഇത്തരം കൂട്ടായ്മയിൽ വളരെ നല്ല സപ്പോർട്ട് തരുന്ന ആളുകളാണ്. തീർച്ചയായും മറ്റൊരു പരിപാടി കൂടി നമ്മൾ കൂടുതൽ സമയമെടുത്തുകൊണ്ടുള്ള ഒരു ചർച്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കണം. അതുപോലെ തന്നെ പിന്നെ നമ്മളിവിടെ ഈ ഹാള് സൗകര്യമൊക്കെ ചെയ്തു തന്ന മുസ്ലിം ലീഗിൻ്റെ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള റസാഖാജി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിൻ്റെ വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട ബാപ്പുട്ടി വാക്കാലൂരടക്കമുള്ള ആളുകൾ, ഇവരൊക്കെ നമ്മുടെ ഇന്ന് ഈ പരിപാടിയുടെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ വന്ന ആളുകളാണ്. അപ്പോൾ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുകയാണ്. മറ്റ് സംഘടനകളുടെ പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രവർത്തനം, അതുപോലെ തന്നെ ഞങ്ങളുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ സഹകരണം ഉണ്ടാവും. ഉദ്യോഗസ്ഥന്മാർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ പിന്നെ പിന്തുണയും പിന്നെ നമ്മൾ ചെയ്തുകൊണ്ട് നമ്മളിപ്പോൾ ഇത് കൺക്ലൂഡ് ചെയ്യുകയാണ്, ഇത് പിരിച്ചുവിടുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ചില വിദ്യാർത്ഥി യുവജന സംഘടനകളൊക്കെ ചില നിർദ്ദേശങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, ഞങ്ങളിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. അത് വളരെ ഗൗരവത്തോടെ ഞങ്ങൾ ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഇത് പിന്നെ നന്ദി പറയുന്നതിന് മാറൂഫ് മാഷ് ക്ഷണിക്കുകയാണ്. ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട് എന്നുള്ളതിൻ്റെ ഒരു പ്രാധാന്യമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സംഗമമാണ് ഈ ഒരു ലഹരിവിരുദ്ധ കൂട്ടായ്മ. ഇതിൻ്റെ ഒരു ഫലം തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മുടെ നാടിന് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഈ ലഹരി വിരുദ്ധ കൂട്ടായ്മ ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ച
മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജില്ലാ ട്രഷറർ ബാബ വിസപ്പടി, ഈ വേദിയെ ധന്യമാക്കിക്കൊണ്ട് സംസാരിച്ച എക്സൈസ് ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ സന്നദ്ധ സംഘടനാ നേതാക്കന്മാർ, ഈ പരിപാടിയെ ഭംഗിയാക്കിയ മുഴുവൻ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ, വനിതാ ലീഗ് അംഗങ്ങൾ, മുസ്ലിം ലീഗ്, മറ്റു യുവജന സംഘടന എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി ആശംസിച്ചുകൊണ്ട് അടുത്തതായി നമ്മുടെ ഇഫ്താർ സംഗമമാണ്. ആ ഒരു വേദിയിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.